കോഴിക്കോട് നോർത്തിൽ രണ്ടാം തവണയും LDF സ്ഥാനാർത്ഥിയായി തോട്ടത്തിൽ രവീന്ദ്രൻ വരികയാണ്. നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷ മണ്ഡലത്തിൽ? 100% പ്രതീക്ഷ. ഒരു പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയില്ല. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ പ്രധാനപ്പെട്ട വിഷയം വന്നാൽ ഇവിടെ അത് ബാധകമല്ല, ഒരു സംശയമില്ല. അത്രയേറെ ആത്മവിശ്വാസമുണ്ട്. ഞാൻ ഇവിടുത്തുകാരനാണ്, ഇവിടെ ജനിച്ച് വളർന്നവനാണ്. ഇവിടെ നിരവധി കാലം പല മേഖലകളിലും പ്രവർത്തിച്ചുള്ള ആളാണ് ഞാൻ. കോർപ്പറേഷനിൽ മാത്രം ഞാൻ 26 കൊല്ലമായിരുന്നു. ആരും അങ്ങനെ ഇരുന്നിട്ടില്ല. 2 ടൈമിൽ മേയറായ ആരുമില്ല അങ്ങനെ. ഇത്രയും കാലം എൻ്റെ ഇന്ത്യയിൽ തന്നെ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ മേയറായിട്ടുള്ള ഒരാൾ. 5 കൊല്ലം ഡെപ്യൂട്ടി മേയറായിരുന്നില്ല. ഞാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കറിയാം. ഒരു വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരാണല്ലേ? സംശയമുണ്ടോ? 100%. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. അത് ഞാൻ അതിൽ ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്ന് വെച്ചില്ല. എൻ്റെ മനസ്സിലുള്ള വിശ്വാസം അത് കോംപ്രമൈസ് ചെയ്തിട്ട് എനിക്കൊന്നും ലോകത്തില്ല. ആ പാർട്ടിക്കറിയാം. പാർട്ടി എന്നെ നിർത്തുമല്ലോ. കാരണം പാർട്ടി വിശ്വാസിക്കെതിരല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവല്ല ഞാൻ. പാർട്ടിക്ക് മുന്നോട്ട് വെക്കാൻ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ നിർത്തുമോ? ഞാനിതൊക്കെ പാർട്ടി തന്നെ വിളിച്ചാക്കി തന്നിട്ടില്ലല്ലോ. ഇതൊക്കെ സ്വാഭാവികമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വിശ്വാസമില്ലാത്ത എന്നെ പാർട്ടിയിൽ നിർത്താൻ പറ്റും? ഞാൻ പറഞ്ഞില്ല, 58 കൊല്ലമായി ഞാൻ പാർട്ടി മെമ്പറായിട്ട്. ഏറ്റവും സീനിയർ മോസ്റ്റാണ് ഞാൻ ഇവിടുത്തെ. പിന്നെ ഞാൻ ഉയരങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഉയരത്തിലല്ലേ ഉള്ളത്? ഇല്ല, താഴെയാണ്. രണ്ടാം തവണയും പാർട്ടി പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടി അത് ശരിയാണ്. അല്ല, ഞാൻ പറഞ്ഞു പാർട്ടിയിലെ സ്ഥാനങ്ങളിൽ ഞാൻ ഏറ്റവും താഴ്ത്താം. ഇനിയും അവസരമുണ്ട്. അങ്ങനെയല്ല, അതൊന്നുമല്ല ഘടകം. അതാണ് സാധാരണ പറയും, കർമ്മമാണ് പ്രധാനം. നമ്മൾ എന്ത് ചെയ്യുന്നു അതാ. ആ കർമ്മത്തിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും. ചില സാമുദായിക ധ്രുവീകരണ ലക്ഷ്യങ്ങളൊക്കെ പല കോണുകളിൽ നടക്കുന്നു. അത്തരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ മണ്ഡലത്തിലുണ്ടോ, ഫേസ് ചെയ്യുന്നുണ്ടോ? എനിക്കിപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിലില്ല. എൻ്റെ ഇവിടെ എന്തായാലും ഇല്ല. സാമുദായിക ധ്രുവീകരണം ഞാൻ ആരുമായിട്ടും വേറെ അതൊന്നുമില്ല. ഈ പലപ്പോഴും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ, അത് ഒരുപക്ഷെ താങ്കൾ അംഗീകരിക്കണമെന്നില്ല, അത്തരത്തിൽ വികാരമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ MLA-മാർ എല്ലാ സ്ഥലത്തും സ്വീകാര്യമായി മാറുന്നുണ്ട്. അതൊരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഘടകമല്ലേ? തീർച്ചയായിട്ടും. അതാണ് പറയുന്നത്. നമ്മളെ പ്രവൃത്തിയും നമ്മളെ ബന്ധങ്ങളുമാണ് ഇതിൻ്റെ അകത്ത്. മറ്റേതൊക്കെ അതിന് പുറത്തുള്ള കാര്യങ്ങളല്ലേ. അതൊരു ഘടകമല്ലേ സത്യത്തിൽ? മണ്ഡലത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവ്, അത് MLA, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. അതാവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതല്ലേ വേണ്ടത്. ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത പ്രവൃത്തികൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്? അതിപ്പോൾ ഒന്നും കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ. ഇത്രയും ദിവസം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ആളുകൾ ബോധവാന്മാരാണ്. ആൾക്കറിയാം. പണ്ടത്തെ മാതിരി ഇങ്ങനെ വിളിച്ച് പറഞ്ഞൊന്നും നടക്കേണ്ട ഒരു അവസ്ഥ ഇപ്പം ഇല്ല. നല്ല ബോധമുള്ളവരല്ലോ. ഒരു വിഷയമില്ല. അതിൻ്റെ പ്രവർത്തനം തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ളത്. വളരെ കുറഞ്ഞ ദിവസം മതി. ആളുകൾ തീരുമാനമൊക്കെ ആദ്യം ഉണ്ടാവും. ആരാണെന്ന് കണ്ടാൽ പിന്നെ അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ കുറച്ച് കേസൊക്കെ മാറ്റാൻ പറ്റുമായിരിക്കും, അല്ലാത്തൊന്നും മാറ്റമില്ല. ശരി. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിൽ കൂടി തന്നെയാണ് താൻ എന്തൊക്കെ ചെയ്തു, താൻ എന്തൊക്കെയാണ് തൻ്റെ പ്രവൃത്തി എന്ന് ജനങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ താനൊരു വിശ്വാസിയാണ്. CPM മുന്നോട്ട് വെക്കുന്ന ഒരു വിശ്വാസികളോട് എങ്ങനെയാണ് CPM-ൻ്റെ സമീപനം എന്നുള്ള കാര്യം താൻ തന്നെയാണ് അതിൻ്റെ ഉദാഹരണം എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. ഏതായാലും മണ്ഡലത്തിൽ ജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ള കാര്യം കൂടി തോട്ടത്തിൽ രവീന്ദ്രൻ പറയുന്നുണ്ട്. വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.